നമ്മൾ പോകുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലേക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ വിജയം ബിജെപി ക്യാമ്പുകളെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണ് എന്ന വിലയിരുത്തലിലാണ് മഹാവികാസ് അഘാഡി സഖ്യം. ജാർഖണ്ഡിലും സമാനമായ രീതിയിൽ ബിജെപിക്കാണ് മുൻഗണന. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതെങ്കിലും ആ നിലയിലാകില്ല ഫലം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പ്രതികരിക്കുകയും ചെയ്യുന്നത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. അസിത, പാലക്കാടിനും ചേലക്കരയ്ക്കും വയനാടിനും ഒപ്പം മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി പുറത്തു വരും. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും. ഈ രണ്ടിടങ്ങളിലും കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോൾ അനുസരിച്ച് BJP നയിക്കുന്ന സഖ്യങ്ങൾക്കാണ് മുൻതൂക്കമെങ്കിലും വളരെ വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്തിമ ഫലവും ഏറെ നിർണായകം തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 288 സീറ്റിൽ 145 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഏത് സഖ്യം എത്തും? മഹായുതി സഖ്യമാണോ അതോ മഹാവികാസ് അഘാഡി സഖ്യമാണോ എന്നെല്ലാം തന്നെയും ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് NCPയും അതോടൊപ്പം തന്നെ ശിവസേനയും നെടുകായി രണ്ടായി പിളർന്നതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ 31 സീറ്റ് നേടി മഹാവികാസ് അഘാഡി സഖ്യം വളരെ വലിയ വിജയം നേടിയിരുന്നു. ആ ഒരു ആത്മവിശ്വാസം മഹാവികാസ് അഘാഡി സഖ്യത്തിലുണ്ട്. അതുകൂടാതെ ഒരു ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിലുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. അതുകൂടാതെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് മഹാരാഷ്ട്ര ഇത്തവണ രേഖപ്പെടുത്തിയത്. ആ ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകും, അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സൂചനയാണെന്നെല്ലാം തന്നെയും മഹാവികാസ് അഘാഡി സഖ്യം വിലയിരുത്തുകയും ചെയ്യുന്നു. എന്തായാലും അവിടെ മഹാരാഷ്ട്രയിൽ ഒരു മഹായുതി സഖ്യത്തിന് മുൻതൂക്കം നൽകുമ്പോഴും പല സർവേകളും അല്ലെങ്കിൽ ഭൂരിഭാഗം സർവേകളും അവിടെ ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒരു തൂക്ക് സഭയിലേക്ക് വന്നാൽ വളരെയധികം കുതിരക്കച്ചവടം എല്ലാം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് അവിടെ മിക്ക മുന്തിയ ഹോട്ടലെല്ലാം തന്നെയും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ജയിക്കുന്ന MLA-മാരെ മാറ്റാനുള്ള നീക്കങ്ങളെല്ലാം തന്നെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ നിരീക്ഷകരായി മഹാരാഷ്ട്രയിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെയും വളരെ വലിയ സജ്ജീകരണങ്ങൾ കോൺഗ്രസ് അവിടെ ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJP നയിക്കുന്ന മഹായുതി സഖ്യവും ഏറെ പ്രതീക്ഷയിലാണുള്ളത്. കൂടാതെ ജാർഖണ്ഡിലേക്ക് പോയാൽ ജാർഖണ്ഡിൽ JMM ഒരു തുടർ ഭരണമാണ് ലക്ഷ്യമിടുന്നത്. അവിടെയും ഈ ആക്സിസുമായി ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ സർവേ ഫലങ്ങളും അവിടെ ഈ NDA മുന്നണിക്കാണ് അവിടെ ഒരു മുൻതൂക്കം നൽകിയത്. BJP അവിടെ കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അങ്ങനെ പ്രവചിച്ച ഒരു ചില എക്സിറ്റ് പോൾ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ജാർഖണ്ഡിൽ വളരെ വലിയൊരു ആത്മവിശ്വാസത്തിൽ JMM മുന്നോട്ട് പോകുന്നു. ആദിവാസി ഗോത്ര മേഖലയിൽ തങ്ങളുടെ സ്വാധീനം കുറയില്ല, തങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് JMM ഉള്ളത്. കൽപ്പന സോറനും ഈ തവണ തെരഞ്ഞെടുപ്പിൽ നേടുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കൽപ്പന സോറൻ മാത്രമല്ല ഹേമന്ത് സോറനും ചമ്പൈ സോറൻ BJP പാളയത്തിലെത്തിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ നിരവധി പ്രത്യേക കൂടി ജാർഖണ്ഡിലുണ്ട്. ജാർഖണ്ഡിൽ ഈ സോറൻ കുടുംബത്തിലൊരു വിള്ളലുണ്ടാക്കിയതും ആദിവാസി ഗോത്ര മേഖലയിൽ വളരെ വലിയ രീതിയിൽ ചെന്ന് കയറാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം BJPക്കുമുണ്ട്. എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രാദേശിക സഖ്യകക്ഷികൾക്ക് ഏറെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാതെ അധികാരത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം BJPക്കും കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ കുതിരക്കച്ചവടവും നാടകീയമായ രംഗങ്ങൾക്കെല്ലാം തന്നെയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സാക്ഷിയാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും ഇരു മുന്നണികളും നിരീക്ഷകർ അയച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടവും അല്ലെങ്കിൽ അതോടൊപ്പം എന്നുള്ള തന്ത്രങ്ങളെല്ലാം തന്നെയും ആവിഷ്കരിക്കുകയാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സംസ്ഥാനം കൂടി. അസിത, തീർച്ചയായും സിബി പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ ഫലം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഒരുപക്ഷെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം നാടകീയ സംഭവങ്ങൾക്ക് വേദിയായ മറ്റൊരു സംസ്ഥാനം രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല. ആ നിലയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ. അതൊക്കെയും ആവർത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകാംക്ഷയോടെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഫലം അറിയാനും നാളെ രാജ്യം കാത്തിരിക്കുകയാണ്.